വചനത്തിലേക്ക് തിരിയാം. തലമുറ തലമുറയായി നമ്മുടെ സങ്കേതവും ബലവുമായിരിക്കുന്ന വിശ്വസ്തനും സത്യവാനുമായ ദൈവത്തിന് സ്തോത്രവും സ്തുതിയും ഉണ്ടാകട്ടെ. നമ്മെ സ്നേഹിച്ച, നമ്മോടുള്ള സ്നേഹം നിമിത്തം സ്വർഗമഹിമകളെ വെടിഞ്ഞ് നമ്മെപ്പോലെ നമ്മുടെ പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ വെളിപ്പെട്ട ദൈവകുമാരനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങൾ എല്ലാവർക്കും അറിയിക്കുന്നു. ഒരുമിച്ച് കർത്തൃസന്നിധിയിലായിരിക്കുന്നത് അനുഗ്രഹകരമാണല്ലോ. നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ അവിടെ ഇവിടങ്ങളിലായി കർത്താവ് സൂക്ഷിക്കട്ടെ എന്ന് ദൈവത്തോട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വേഗത്തിൽ ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നു. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായമാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. വിശേഷിച്ച് 4 തൊട്ട് 8 വരെ. അവിടെയാണ് ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് 12,000 വീതം 1,44,000 പേർ മുദ്രിത ഗണമായി മാറുന്നത്. ആ മുദ്രയേൽക്കപ്പെട്ടവർ യഹൂദ സഭയിൽ നിന്നുള്ളവർ. ഒരു കൂട്ടമെന്ന നിലയിലാണ് സഭയെന്ന് അവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്നുള്ളവരാണെന്ന് നമുക്കവിടെ വ്യക്തമായി കാണാം. 7-ാം അധ്യായത്തിലും 14-ാം അധ്യായത്തിലുമാണ് 1,44,000 മുദ്രിത ഗണങ്ങളെ നമ്മൾ കാണുന്നത്. 14-ാം അധ്യായത്തിൽ കാണുന്ന മുദ്രയേൽക്കപ്പെട്ട 144,000 പേർ ഏത് സമൂഹത്തിൽ നിന്നുള്ളവരാണെന്ന് എടുത്തു പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ടും അവർ കന്യകമാരാകുന്നു എന്ന ഒരു സൂചന ഉള്ളത് കൊണ്ടും വിവാഹം കഴിക്കാത്ത ഏതോ സഭാവിഭാഗത്തിൽപ്പെട്ട ശുശ്രൂഷകരാണ് അവർ എന്ന ഒരു ധാരണ പൊതുവെയുണ്ട്. ഒരു ഉപദേശം ആയി തന്നെ അത് നിലനിൽക്കുകയും ചെയ്യുന്നു. അവിടേക്ക് നമുക്ക് വരാം. എന്നാൽ 7-ന്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കണ്ട 144,000 മുദ്രയേൽക്കപ്പെടുന്നവർ യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് ഉള്ളവരാണെന്ന് നാം കണ്ടു. യോഹന്നാൻ 6-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിനെ പിതാവ് മുദ്രയിട്ടിരിക്കുന്നു. അതുപോലെ ആ മുദ്രയിട്ടിരിക്കുന്നു എന്ന കാര്യം നമ്മൾ വായിച്ചതിൽ നിന്ന് ഈ 144,000 പേരെയും ദൈവം മുദ്രയിട്ടത് മഹാപീഡന കാലത്ത് അവരെ കൊണ്ട് എന്തോ ശുശ്രൂഷ ചെയ്യിക്കാനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. യെഹെസ്കേൽ 45-ൽ നമ്മൾ കണ്ടു, യെരുശലേമിൽ നടക്കുന്ന മ്ലേച്ഛതകൾ നിമിത്തം നെടുവീർപ്പിട്ട് കരയുന്ന ദൈവത്തിന്റെ വ്രതന്മാരുടെ, വിശുദ്ധന്മാരുടെ നെറ്റിയിൽ മുദ്രയിട്ട് കഴിയുവോളം മറ്റുള്ള മ്ലേച്ഛന്മാർക്ക് കേടുവരുത്തരുത്, അവരെ വെട്ടരുതെന്ന് വെൺമഴുക്കളുമായി നിൽക്കുന്ന ന്യായവിധി നടത്തുവാൻ പോകുന്ന ദൂതന്മാരോട് പറയുന്നു. എന്ന് വെച്ചാൽ ദൈവം പാപം നിമിത്തം മ്ലേച്ഛതയിൽ അകപ്പെട്ടവരെ മാനസാന്തരത്തിന് കൊടുത്ത സമയം ഉപയോഗിക്കാതെ പാപത്തിൽ തുടരുന്നവരെ കരുണ കൂടാതെ ശിക്ഷിക്കുന്ന സമയത്ത് ആ കൂട്ടത്തിൽ മുദ്രയിട്ട് മാറ്റി നിർത്തുന്നവരെ ആ ശിക്ഷിത ഗണത്തിൽ നിന്ന് സുരക്ഷിതരായി സൂക്ഷിക്കുന്ന ഭാഗമാണ് കാണുന്നത്. 2 കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലായോ? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു, 27-ാം വാക്യമായിരുന്നു എൻ്റെ ഓർമ്മ, യേശുക്രിസ്തുവിനെ പിതാവ് മുദ്രയിട്ടിരിക്കുന്നു. എന്തിനു വേണ്ടിയായിരുന്നു ആ മുദ്ര എന്നുള്ളത് നമുക്കറിയാം. ഒരു പ്രത്യേക ദൗത്യ നിർവഹണത്തിന്. ടു അക്കംപ്ലിഷ് എ പെർട്ടിക്കുലർ മെസ്സിയാനിക് മിഷൻ God the Father has sealed
ദ സൺ ക്രൈസ്റ്റ് ജീസസ്. അതിൽ നിന്നാണ് ഇവിടെ പറയുന്ന 7-ാം അധ്യായത്തിലെ, വെളിപ്പാട് 7-ാം അധ്യായത്തിലെ മുദ്രയേൽക്കപ്പെട്ടവരെ ദൈവം മുദ്രയേൽപ്പിച്ചത് എന്തിനു വേണ്ടിയാണ്? എന്തോ വിശേഷപ്പെട്ട ഒരു ദൗത്യം മഹാപീഡന കാലത്ത് ദൈവത്തിനു വേണ്ടി ചെയ്തു തീർക്കുവാൻ. ആ ശുശ്രൂഷ നമ്മൾ കണ്ടു. രാജ്യത്തിന്റെ സുവിശേഷം ലോകമെങ്ങും അറിയിക്കുക എന്നുള്ളതാണ് വിശേഷാൽ അവരുടെ ദൗത്യം. രണ്ടാമത് നാം കാണുന്നത് യഹസ്കേലിന്റെ പ്രവചനത്തിൽ നിന്നാണ്. അത് നമ്മൾ വായിച്ചത് കൊണ്ട് എടുത്ത് വായിപ്പിക്കാത്തത്. വെൺമഴുവുമായി വെട്ടുവാൻ, കൊല്ലുവാൻ ദൈവം ചിലരെ നിയമിക്കുന്നു. എന്നാൽ അരയിൽ മഷിക്കുപ്പിയുമായി, കയ്യിൽ ഒരു തൂലികയുമായി, ഒരു ബ്രഷുമായി മറ്റൊരാളിനെ ദൈവം നിയമിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ മഴുവുള്ളവരോട് പറഞ്ഞത്, ഈ മഷിക്കുപ്പിയുമായി നടന്ന് യെരുശലേം നഗരത്തിലെ മ്ലേച്ഛതകൾ നിമിത്തം നെടുവീർപ്പിട്ട് കരയുന്ന വൃതന്മാരുടെ നെറ്റിയിൽ ഇവൻ മുദ്രയിടും. ഇവന്റെ പുറകെ പോയിട്ട് മുദ്രയേൽക്കാത്തവരെ നിങ്ങൾ വെട്ടുക. എന്ന് വെച്ചാൽ അവിടെ മുദ്രയേൽപ്പിച്ചത് ആർക്കാണ്? എന്തിനു വേണ്ടിയാണ്? ദൈവിക ന്യായവിധിയിൽ നശിച്ചു പോകാതെ സംരക്ഷിത ഗണമായി നിൽക്കുവാൻ. അതിൽ നിന്ന് നമുക്ക് വെളിപ്പാട് 7-ാം അധ്യായത്തിലെ മുദ്രിത ഗണങ്ങളെയും മുദ്രയേൽപ്പിക്കുന്നതിന്റെ ലക്ഷ്യം മനസ്സിലാക്കാൻ പറ്റും. എന്താണ്? മഹാപീഡനത്തിന്റെ മധ്യത്തിൽ അവർ ജീവിച്ചിരിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യും. പക്ഷേ മഹാപീഡന കാലത്തെ ശിക്ഷകളൊന്നും ദൈവത്തിന്റെ ഭാഗത്തു നിന്നുമാകട്ടെ എതിർ ക്രിസ്തുവിന്റെ ഭാഗത്തു നിന്നുമാകട്ടെ അവർക്കുണ്ടായി അവർ മരണപ്പെടുകയില്ല. മരണപ്പെടാതെ അവരെ സൂക്ഷിച്ച് ദൈവം നിർത്തും. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അവരെ മുദ്രയിട്ടതിൽ നിന്നും കണ്ടത്. അപ്പോൾ അവർ മഹാപീഡന കാലത്ത് പീഡകൾ അനുഭവിച്ചേക്കാം, പക്ഷേ മരണം അവർക്ക് ഉണ്ടാവുകയില്ല, മരണപ്പെടുകയില്ല. അവർ മഹാപീഡന കാലത്തെ അതിജീവിക്കും. മഹാപീഡന കാലത്ത് എതിർ ക്രിസ്തുവിന്റെ കോപം അവരുടെ മേൽ ഉണ്ടാവുമെങ്കിലും അവർ അതിൽ സുരക്ഷിതരായിരിക്കും. അവർക്ക് അതിനാൽ ദോഷമുണ്ടാവുകയില്ല. അവർ രക്തസാക്ഷികളായി തീരേണ്ടി വരികയില്ല. അവരുടെ ദൗത്യം അവർ നിർവഹിക്കും. അതാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. ഇത് സംഭവിക്കുന്നത് മഹാപീഡനത്തിന്റെ ഒടുവിലത്തെ പകുതിയിലാണ്. കർത്താവ് അവരെ സംരക്ഷിക്കുന്നു. 7-ാം അധ്യായത്തിൽ നാം കാണുന്ന കാര്യങ്ങൾ മഹാപീഡനത്തിന്റെ ഏറ്റവും ഒടുവിൽ നിറവേറിയതായിട്ടാണ് യോഹന്നാൻ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടതുപോലെ വെളിപ്പാട് പുസ്തകത്തിലെ വിവരണങ്ങൾ നടന്ന സമയക്രമം അനുസരിച്ചല്ല എഴുതി വെച്ചിരിക്കുന്നത്. ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ അതങ്ങനെ അങ്ങ് പറഞ്ഞു പോകും. എന്നിട്ട് അതിനു മുമ്പ് നടന്ന കാര്യങ്ങൾ പിന്നീടാ പറയും. നമ്മളും എന്തെങ്കിലുമൊക്കെ വിവരണങ്ങൾ ചെയ്യുമ്പോൾ, ഒരു റിപ്പോർട്ട് തയ്യാറാക്കുമ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അതനുസരിച്ചാണ് ഇവിടെയും ആ ക്രമീകരണം ഉള്ളത്. അങ്ങനെ യോഹന്നാൻ ഈ 144,000 പേരെ കാണുന്നു. 7-ാം അധ്യായത്തിലും 14-ാം അധ്യായത്തിലുമുള്ള ഈ രണ്ട് കൂട്ടരും ഒരേ കൂട്ടരാണ്. വേറെ എങ്ങും അങ്ങനെ ഒരു കൂട്ടരെ മുദ്രയിട്ടതായി നാം കാണുന്നില്ല. അവർ യഹൂദന്മാരാണ്. യഹൂദന്മാരിൽ നിന്ന് ദൈവം സംരക്ഷിച്ചു നിർത്തിയ ദൗത്യ നിർവഹണത്തിന് വേണ്ടി അഭിഷിക്തരായി തീർന്നവർ. ഇത്രയും നമ്മൾ കണ്ടിരുന്നു. ചോദ്യോത്തരങ്ങളും
ആയിട്ടായിരുന്നു നമ്മൾ അവസാനിപ്പിച്ചത്. എങ്കിലും വല്ല ചോദ്യങ്ങളും അവശേഷിക്കുന്നെങ്കിൽ ചോദിക്കാം. എന്നിട്ട് നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് പോകാം. മറ്റൊന്നുമില്ലെങ്കിൽ നാം ഈ പീഡകളിലൂടെ കടന്നു പോകുന്ന, എന്നാൽ മരണമേൽക്കാതെ സംരക്ഷിച്ച് കർത്താവ് നിർത്തുന്ന ഇവരെ നാം ഒടുവിൽ കാണുന്നത് എവിടെയാ? പതിനാലാം അധ്യായത്തിലേക്ക് വരാം. സിയോൻ മലയിൽ കുഞ്ഞാടിനോട് കൂടെ. സിയോൻ മലയിൽ കുഞ്ഞാടിനോട് കൂടെ. സിയോൻ മലയിൽ കുഞ്ഞാടിനോട് കൂടെ. നമുക്ക് 14-ാം അധ്യായത്തിലേക്ക് പോയി ഈ 144,000 പേരെ കുറിച്ച് പഠിച്ചതിന് ശേഷം വീണ്ടും 7-ാം അധ്യായത്തിലേക്ക് വന്ന് 9 മുതലുള്ള വാക്യങ്ങൾ പഠിക്കാം. Okay, following me? Now we are just skipping to chapter 14, just to see about these sealed Jewish ministers. Okay, അവരെ യഹൂദ സുവിശേഷകന്മാരെന്ന് ചിലർ കരുതുന്നുണ്ട്, യഹൂദ ശുശ്രൂഷകന്മാരെന്ന് കാണുന്നുണ്ട്. നാമും ആ നിലയിൽ അവരെ പരിഗണിക്കുകയാണ്. The Jewish tribulation time ministers. നമുക്ക് അവരെ കുറിച്ച് 14-ാം അധ്യായത്തിൽ നിന്നും കൂടെ ഒന്ന് നോക്കി ആ ഭാഗം അങ്ങ് ആ അധ്യായം അടച്ചിട്ട് നമുക്ക് വീണ്ടും 7-ന്റെ 9 മുതൽ പിന്നീട് ചിന്തിക്കാം. അപ്പോൾ നാം ഇവിടെ 7-ാം അധ്യായം 4 തൊട്ട് 8 വരെയുള്ള 144,000 മുദ്രിത ഗണത്തെ 14-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യത്തിൽ കുഞ്ഞാടിനോടുകൂടെ കാണുന്നു. 14-ന്റെ ആദ്യ വാക്യം വായിച്ചോളൂ. പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് കണ്ടു. സ്തോത്രം. ഇവിടെ 1-2 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ സിയോൻ മല എന്നുള്ളത്, അതിനെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. വ്യത്യസ്തമായ പ്രധാനപ്പെട്ട 2 അഭിപ്രായങ്ങൾ. ഈ സിയോൻ മല ഭൂമിയിലെ സിയോൻ മലയാണോ അതോ സ്വർഗത്തിലെ സിയോൻ മലയാണോ എന്നുള്ളത്. സാധാരണഗതിയിൽ ഇത് സ്വർഗീയ സിയോനാണ് എന്ന ധാരണയാണ് ഉള്ളത്. എന്നാൽ പശ്ചാത്തലം വെച്ച് നോക്കിയാൽ ഇത് സ്വർഗീയ സിയോൻ അല്ല, ഇത് ഭൂമിയിലെ സിയോനാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതിലുള്ള പ്രധാന തെളിവ് തന്നെ സിയോൻ മലയിൽ കുഞ്ഞാടിനോടുകൂടെ ഇവിടെ നിൽക്കുന്നവർ ആരാണ്? ഈ 144,000 പേരാ. ഇത് മഹാപീഡനത്തിന്റെ ഒടുവിൽ കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഇവരെ കർത്താവിന്റെ അടുക്കലേക്ക് ചേർക്കുന്ന ഒരു ചിത്രമാണ്. കർത്താവിന്റെ അടുക്കലേക്ക് ചേർത്ത് നിർത്തുന്ന ഒരു ചിത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ സിയോൻ മല എന്നുള്ളത് ഭൂമിയിൽ ദൈവത്തിന്റെ വിശുദ്ധ പർവ്വതം എന്ന അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സ്തോത്രം. 2 സിയോൻ ഉള്ളത്, അതിനെക്കുറിച്ച് ആർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളില്ലല്ലോ. സ്വർഗീയ സിയോൻ എന്നും
ഭൗമ സിയോൻ എന്നുമുള്ള 2 സിയോൻ ഉണ്ട്. ഞങ്ങൾക്ക് ബോംബെയിലും ഉണ്ട് ഒരു സിയോൻ. അതിനെ സയൻ എന്നാ വിളിക്കുന്നത്. സ്പെല്ലിംഗ് അല്പം വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഈ കഴിഞ്ഞ ദിവസം ഒരു മലയാളം ദിനപത്രത്തിൽ സിയോൻ എന്ന് തന്നെ എഴുതി വന്നിരിക്കുന്നത് ഞാൻ കണ്ടു. അത് തെറ്റാണ്, ഉച്ചാരണം തെറ്റാതെ സയൻ എന്നാണ് അതിന്റെ അർത്ഥം. SION. ബൈബിളിലെ സിയോൻ ZION ആണ്. ഓക്കെ, അത് ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞേ ഉള്ളൂ. നമുക്കറിയാം, പലർക്കും അറിയാം ബോംബെയിൽ അങ്ങനെ ഒരു സ്ഥലം ഉള്ളതായിട്ട്. എന്നാൽ സ്വർഗീയ സിയോനും ഭൗമ സിയോനും ഉള്ളതായി നമുക്കറിയാം. ഗലാത്യ ലേഖനം 4:26 പൗലോസ് തന്നെ അക്കാര്യം പറയുന്നുണ്ട്. ഗലേഷ്യൻസ് 4:26. മീതെയുള്ള യെരുശലേമോ സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ. 25. ഹാഗർ എന്നത് അറബി ദേശത്ത് സീനായി മലയെ കുറിക്കുന്നു. അത് ഇപ്പോഴത്തെ യെരുശലേമിനോട് ഒക്കുന്നു. അത് തന്റെ മക്കളോടുകൂടെ അടിമയിലല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണുന്ന ദൈവത്തിന്റെ വിശുദ്ധ പർവ്വതത്തെ സിയോൻ പർവ്വതം, അത് സ്വർഗീയ സിയോനും ഭൗമ സിയോനും ഉള്ളതായി നമ്മ കാണുന്നുണ്ട്. ദ ജെറൂസലേം എബവ് എന്നാണ് ഇവിടെ നാം കാണുന്നത്. മേലിലുള്ള യെരൂശലേം. അമ്പ യെരൂശലേം എന്ന പാട്ടുമൊക്കെ അതുകൊണ്ട്. വേറെയും ചില പാട്ടുകളിലുണ്ട് മേലിലുള്ള യെരൂശലേമേ. അപ്പം സ്വർഗീയ സിയോൻ എന്ന ഒരു പ്രയോഗം ഉണ്ട്. എന്നാൽ മറ്റു ചില വാക്യങ്ങൾ നോക്കിക്കാട്ടെ. പ്രത്യേകിച്ച് സങ്കീർത്തനം 48 ആദ്യത്തെ വാക്യങ്ങൾ. സാംസ് 48 ഇനീഷ്യൽ വേഴ്സസ്. നമ്മുടെ ദൈവത്തിന്റെ നഗരത്തിൽ, അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു. മഹാരാജാവിന്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെയും ആനന്ദവുമാകുന്നു. ഉത്തരഗിരിയായ സിയോൻ പർവ്വതം, അതും ഭൗമികമായ അർത്ഥത്തിലും സ്വർഗീയമായ അർത്ഥത്തിലും എടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ദൈവത്തിന്റെ നഗരത്തെ, ദൈവത്തിന്റെ പർവ്വതത്തെ സിയോൻ പർവ്വതം എന്ന നിലയിൽ പരാമർശിച്ചിട്ടുണ്ട്. ഐശയ്യ 24:23, യെശയ്യ 24:23 വാക്യം. സൈന്യങ്ങളുടെ യഹോവ സിയോൻ പർവ്വതത്തിലും യെരൂശലേമിലും വാഴുകയാലും. ഇങ്ങനെ വേറെയും വാക്യങ്ങളുണ്ട്. ഇനിയും വായിക്കേണ്ട എഴുതുന്നവർക്ക് വേണ്ടി ചില വാക്യങ്ങൾ കൂടെ. മൈഖ ചാപ്റ്റർ 4 വേഴ്സസ് 1 and 7. മീഖ 4:1-7 വാക്യങ്ങൾ. ഒബദ്യാവ് 17-21 വാക്യങ്ങൾ. ഒബദായ 17 and 21. നമുക്കറിയാം ഒരു അധ്യായമേ ഉള്ളൂ എന്നതിന്. ജോയേൽ ചാപ്റ്റർ 2:32. യോവേൽ 2:32. ഇങ്ങനെ വേറെ പല വാക്യങ്ങളുണ്ട്. ഇവിടെ എല്ലാം നാം കാണുന്നത് ഭൗമ സിയോനെ കുറിച്ചാണ്. ഭൗമ സിയോനെ. ആൻഡ് റാദർ ദീസ് ആർ the references we speak that this is the very place, Zion, where Messiah will be gathering his redeemed ones from Israel. Okay, Zion is said to be the very place where Messiah will gather his redeemed ones. Mashiach തന്റെ വീണ്ടെടുക്കപ്പെട്ടവരെ കൂട്ടിച്ചേർക്കുന്ന പർവ്വതമായി, സ്ഥലമായിട്ടാണ് നാം പഴയ നിയമത്തിൽ കണ്ട ഈ വാക്യങ്ങളെല്ലാം പറയുന്നത്. ദൈവം വസിക്കുന്ന നഗരം, ദൈവം വസിക്കുന്ന പർവ്വതം. സ്തോത്രം.
അപ്പോൾ ആ അർത്ഥത്തിലാണ് നമുക്കിവിടെയും ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത്. മശിഹ ഇപ്പോൾ രക്ഷകനായി, വീണ്ടെടുപ്പുകാരനായി, വിശേഷിച്ച് യഹൂദന്റെ വീണ്ടെടുപ്പുകാരനായി ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. ആ മശിഹായിൽ വിശ്വസിച്ച് കാത്തിരുന്ന് മശിഹയ്ക്കു വേണ്ടി പ്രസംഗങ്ങൾ നടത്തിയ, ശുശ്രൂഷകൾ നിർവഹിച്ച ഈ ഗണത്തെ മശിഹായുടെ വരവിൽ തൻ്റെ അടുക്കലേക്ക് ചേർക്കുന്ന ചിത്രമാണ് 14-ന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. സ്തോത്രം. അപ്പോൾ ഇത് ഒരു ഭൗമിക യെരുശലേമിലേക്കുള്ള, ഭൗമിക സിയോനിലേക്കുള്ള കൂട്ടിച്ചേർക്കലായി നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പം യെരുശലേമിനെ വിളിക്കുന്ന ഒരു പേരും കൂടെയാണ് എന്ത്? സിയോൻ എന്നുള്ളത്. സിയോന്റെ രാജാവ് എന്ന് യേശുവിനെ കുറിച്ച് നമ്മൾ കാണുന്നു. യേശു യെരുശലേമിലേക്ക് ഹോശന്ന പാടി പ്രവേശിച്ചപ്പോൾ സിയോനെ കുറിച്ച് സെഖരിയാവ് പ്രവചിച്ച പ്രവചനമാണ് പൂർത്തീകരിച്ചതായി സുവിശേഷകന്മാർ എഴുതി വെച്ചിരിക്കുന്നത്. Follow me. When Jesus had his triumphal entry into the city of Jerusalem during his last week on earth, the evangelists Matthew and others quoted from Zechariah, where it was prophesied about the king of Zion. അപ്പോൾ യെരൂശലേമിനെ ചിത്രീകരിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്ന കർത്താവ് തൻ്റെ മഹത്വത്തിൽ മേഘാരൂഢനായി തേജസ്സോടെ ഭരണം നടത്തുവാൻ രാജാവായി ഇസ്രായേലിന്റെ ഫൈനൽ റെസ്റ്റോറേഷന് വേണ്ടി, അവസാനത്തെ വീണ്ടെടുപ്പിന് വേണ്ടി യഥാസ്ഥാനത്വത്തിനായി ഇറങ്ങി വരുമ്പോഴത്തെ ഒരു ചിത്രമാണ് നാം അവിടെ കാണുന്നത്. മഹാപീഡനകാലത്ത് കർത്താവിന് വേണ്ടി മുദ്രയേറ്റ് പ്രവർത്തിച്ച ഈ വിശുദ്ധന്മാരെ കർത്താവ് തൻ്റെ അടുക്കലേക്ക് ചേർക്കുന്നു. എന്ന് വെച്ചാൽ അവരാരും തന്നെ മഹാപീഡനകാലത്ത് രക്തസാക്ഷികൾ ആയില്ല. അവർ ശരീരവാസികളായി തന്നെ കർത്താവിനോട് കൂടെ കാണപ്പെടുന്നു എന്നതാണ് നമുക്കവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. തുടർന്ന് 2-ാം അധ്യായത്തിൽ പറയുന്ന സിയോൻ പർവ്വതവും ഇത് തന്നെയാണോ, അതോ അത് സ്വർഗത്തിലെയാണോ? അത് പൗലോസ് പറയുന്നത്, ആദ്യം പറയുന്നത് ഭൗമ സിയോൻ, സീനായി മലയെ കുറിച്ചായിരുന്നു. കമ്പയർ ചെയ്ത് പൗലോസ് എന്നല്ല, എഴുത്തുകാരൻ ആരും ആകട്ടെ, പൗലോസ് എന്നാണ് പൊതുവെ ഉള്ള വിശ്വാസം. അപ്പോസ്തലൻ പറയുന്നത് സ്വർഗീയ സിയോന്റെ അടുക്കൽ എന്നുള്ളതാ. അത് ആത്മീയ അർത്ഥത്തിലാണ് അപ്പോസ്തലൻ അത് പറയുന്നത്. എന്ന് വെച്ചാൽ സ്വർഗ സിയോനെ പറ്റിയാണ് അവിടുത്തെ പരാമർശം. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു കമ്പാരിസൺ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. 12-ാം അധ്യായത്തിന്റെ 18 മുതൽക്കുള്ള വാക്യങ്ങളിൽ കാണുന്നത്. പ്രത്യേകിച്ച് 22-ൽ പിന്നെയോ സിയോൻ പർവ്വതത്തിനും, അത് സ്വർഗീയമായ ആത്മീയ സിയോനെ കുറിച്ചാണ്, സ്വർഗീയ സിയോനെ കുറിച്ചാണ്. താഴെ പറയുന്നു ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും. അപ്പോൾ അവിടെ സ്വർഗീയ വിഷയങ്ങളാണ് പറയുന്നത്. ഭൗതിക ഈ അക്ഷരീയ സിയോനെ കുറിച്ചല്ല പറയുന്നത്. പക്ഷേ ഒരു ചെറിയ സംശയം, ഈ ഭൗമശരീരത്തോടെ ദൈവത്തിൻ്റെ അടുക്കലൊക്കെ ചെല്ലുമ്പോൾ അവർക്ക് മരണം സംഭവിക്കാതാണോ യേശു അവരെ ചേർക്കുന്നത്? യേശു കർത്താവ് മഹത്വത്തോടെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് നാം കാണുന്നുണ്ട്, അവർ കുത്തിയവങ്കിലേക്ക് നോക്കും. അവർ ഒരുമിച്ച് ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ വിലപിക്കും.
അങ്ങനെ കർത്താവ് അവരെ ഒരുമിച്ച് കൂട്ടിച്ചേർക്കുന്നു. കർത്താവ് ഭൂമിയിലേക്ക് മഹത്വത്തോടെ ഇറങ്ങി വരും എന്ന് പറയുമ്പോൾ കർത്താവിന്റെ പൂർണ്ണ ദൈവത്വത്തിന്റെ ആ മഹത്വത്തിലല്ല. ഉയർത്തെഴുന്നേറ്റ യേശു ശിഷ്യന്മാരുടെ അടുക്കൽ വന്നപ്പോൾ ശിഷ്യന്മാർക്ക് ദോഷമൊന്നും സംഭവിച്ചില്ല. ആ അവസ്ഥയിലാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വരുന്നത്. അതുകൊണ്ട് അവർക്ക് ആ നിലയിലെ ദോഷം ഉണ്ടാകുന്നില്ല. കാരണം കർത്താവ് വരുന്നത് ഈ ഭൂമിയിലേക്കാണ്. നമ്മുടേത് പോലെയുള്ള അതേ ജഡത്തിൽ വസിക്കുന്നവരുടെ അടുക്കലേക്കാണ്. അതുകൊണ്ട് ആ അവസ്ഥയിൽ മാത്രമാണ് കർത്താവിന്റെ പ്രത്യക്ഷത ആ സമയത്ത്. തന്റെ മഹത്വം എന്ന് പറയുമ്പോൾ രണ്ടർത്ഥമുണ്ട് മഹത്വത്തിന്. തന്റെ തേജസ് എന്ന് പറയുമ്പോൾ രണ്ടർത്ഥമുണ്ട്. ഒന്ന് പ്രകാശം എന്ന അർത്ഥം തന്നെയുണ്ട്, മറ്റൊന്ന് മാജസ്റ്റി എന്ന അർത്ഥമുണ്ട്. ഗ്ലോറി ഓർ ലൈറ്റ് ആൻഡ് മാജസ്റ്റി. മാജസ്റ്റി ഈസ് നോട്ട് നെസസറിലി ബി ദ പവർ ഓഫ് ലൈറ്റ് ഓർ റേഡിയൻസ്. Majesty is the glory he holds, the incomparability of God. മഹത്വം, തേജസ്, പ്രകാശം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ദൈവത്തിന്റെ അല്ലെ മനുഷ്യൻ്റെത് ആയാൽ പോലും രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന് വെളിച്ചം അല്ലെങ്കിൽ പ്രകാശം, അതിൻ്റെ ആ ജ്യോതിയുടെ ശക്തി എന്നുണ്ട്. മറ്റൊന്ന് തൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ പുറമേ കാണണം എന്നില്ല, അവന്റെ ആളത്വത്തിന്റെ ശ്രേഷ്ഠതയാണത്. അപ്പൊ കർത്താവ് ഇവിടേക്ക് ഇനിയും വരുമ്പോൾ, ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ, തൻ്റെ അടുക്കിലേക്ക് വരുന്ന ജഡവാസികളെ മുഴുവനും കത്തിച്ചു കളയുന്ന പ്രഭയോടെ അല്ല, പകരം കർത്താവിന്റെ മഹത്വത്തിന്റെ മുഴു ശ്രേഷ്ഠതയോടും കൂടെ വരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഭൂമിയിലേക്ക് കർത്താവ് നേരത്തെ വന്നപ്പോൾ ഇത് രണ്ടും റെഡ്യൂസ് ചെയ്താ വന്നത്, കുറച്ചു വെച്ചിട്ടാ വന്നത്. ഭൂമിയിലേക്ക് കർത്താവ് ജനിച്ചപ്പോൾ കർത്താവിന്റെ ബാഹ്യമായ മഹത്വവും കർത്താവ് ഉരിഞ്ഞു വെച്ചു. കർത്താവിന്റെ ഡിഗ്നിറ്റി, അവൻ ആരാണെന്നുള്ള ആളത്വത്തിന്റെ ശ്രേഷ്ഠതയും കർത്താവ് പരിമിതപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടാണ് കർത്താവിന് വസ്ത്രം ധരിക്കേണ്ടി വന്നതും സാധാരണ മനുഷ്യനെ പോലെ തോന്നിയതും. ബാഹ്യമായ തേജസ് ഉരിഞ്ഞു വെച്ചു വന്നതുകൊണ്ട്. മാജസ്റ്റി, ആന്തരികമായ തൻ്റെ മഹത്വത്തിന്റെ ആളത്വത്തിന്റെ ശ്രേഷ്ഠത മാറ്റിവെച്ചത് കൊണ്ടാണ് മനുഷ്യർക്ക് യേശുവിനെ അന്ന് നിന്ദിക്കാൻ സാധിച്ചത്, ദുഷിച്ചു പറയാൻ സാധിച്ചത്, അനുസരണക്കേട് കാണിക്കാൻ സാധിച്ചത്, അടിക്കാനും കൊല്ലുവാനും കഴിഞ്ഞത്. എന്നാൽ ഇനിയും കർത്താവ് വരുമ്പോൾ തൻ്റെ മഹത്വത്തിന്റെ ശ്രേഷ്ഠതയിലായിരിക്കും വരിക. എന്ന് വെച്ചാൽ തൻ്റെ ദൈവത്വത്തിന്റെ പൂർണ്ണതയോടെ, അധികാരത്തോടെ. എന്ന് വെച്ചാൽ മുമ്പ് വന്നപ്പോൾ യേശുവിനെ നിന്ദിച്ചതുപോലെ ഇനിയും വരുമ്പോൾ ആർക്കും അവനെ നിന്ദിക്കാൻ കഴിയില്ല. നിന്ദിക്കും, പക്ഷേ ഉടനടി തൻ്റെ മഹത്വം, the majesty will strike them. ഇനിയും കർത്താവ് വരുമ്പോൾ കർത്താവിനെ അനുസരിക്കാതിരിക്കാൻ പണ്ടു വന്നപ്പോഴത്തേതുപോലെ പറ്റില്ല. ചെയ്യും, പക്ഷെ ഉടനടി അതിനുള്ള ശിക്ഷ കൊടുക്കും. ഇതാണ് ആ രണ്ട് വ്യത്യാസം, മഹത്വവും ഈ തേജസ്സും.
മനസ്സിലാവുന്നുണ്ടോ വ്യത്യാസം? അല്ല, ഇങ്ങനെ തന്നെ തേജസ് 1000 ആണ്ട് വാഴ്ചയിലും. അതെ, ഓക്കെ. 1000 ആണ്ട് വാഴ്ചയിലും അങ്ങനെ തന്നെ ആയിരിക്കും. എന്റെ സംശയമേ, ഈ 144,000 പേർക്ക് രൂപാന്തര ശരീരം ആവശ്യമില്ലയോ എന്നാ എന്റെ സംശയം. ആ സമയത്തുണ്ടാവില്ലെന്നാ പറഞ്ഞത്. അവർക്ക് രൂപാന്തര ശരീരം പിന്നീടേ ഉള്ളൂ. ഇവരെ നേരെ എവിടേക്കൊക്കെ പ്രവേശിപ്പിക്കുന്നത്? 1000 ആണ്ട് വാഴ്ചയിലേക്കാ. 1000 ആണ്ട് വാഴ്ചയിൽ രൂപാന്തര ശരീരം ഇല്ല. ഇതേ ദേഹം, പക്ഷേ അതിന് ചെറിയ മാറ്റം ഉണ്ടാവും. ഏതർത്ഥത്തിൽ? ദ്രവത്വത്തിന്റെ കാര്യത്തിൽ. പ്രകൃതിയിൽ മുഴുവനും തന്നെ ഇന്നത്തെ പോലെയുള്ള ഡീകെ, ഇന്നത്തെ പോലെയുള്ള ദ്രവത്വം അന്നുണ്ടാവില്ല. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, 1000 ആണ്ട് വാഴ്ചയിൽ ആയുസ് ദീർഘമാകും. ആയുസ് ദീർഘമാകത്തക്കതുപോലെയുള്ള മാറ്റങ്ങൾ ശരീരത്തിനുണ്ടാവും. എന്നാൽ രൂപമാറ്റം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ 144,000 പേർക്കും കർത്താവിന്റെ അടുക്കലേക്ക് വരേണ്ടതിനും അതേ തുടർന്ന് 1000 ആണ്ട് വാഴ്ചയിൽ പ്രവേശിക്കേണ്ടതിനും ശരീരത്തിന്റെ രൂപമാറ്റം, രൂപാന്തരത്തിന്റെ ആവശ്യം ഇല്ല. 1000 ആണ്ട് വാഴ്ച ഈ ഭൂമിയിൽ ആയിരിക്കും. 1000 ആണ്ട് വാഴ്ചയിൽ പ്രവേശിക്കുന്ന പൗരന്മാർ, പ്രജകൾ ഇതേ ശരീരത്തിലായിരിക്കും. വസ്ത്രം ധരിക്കേണ്ടതായ ശരീരത്തിൽ, ഭക്ഷണം കഴിക്കേണ്ടതായ ശരീരത്തിൽ, വിവാഹം കഴിക്കാവുന്ന ശരീരത്തിൽ, മക്കൾ ജനിക്കുന്ന ശരീരത്തിൽ, മരിക്കാവുന്ന ശരീരത്തിൽ ആയിരിക്കും 1000 ആണ്ട് വാഴ്ചയിലെ പ്രജകൾ. ആ കൂട്ടത്തിലാണ് ഇവരും ഉൾപ്പെടുന്നത്. അതുകൊണ്ട് അവർക്ക് രൂപാന്തര ശരീരത്തിന്റെ ആവശ്യം ആ സമയത്തില്ല. അവർക്ക് മാത്രമല്ല, 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കുന്ന ആർക്കും തന്നെ രൂപാന്തര ശരീരത്തിന്റെ ആവശ്യം ഇല്ല. ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞവർക്കും കർത്താവിന്റെ മേഘപ്രത്യക്ഷതയിൽ ജീവനോടിരുന്ന ക്രിസ്തുവിശുദ്ധന്മാർക്കും മാത്രമാണ് രൂപാന്തര ശരീരം ലഭിക്കുന്നത്. അതുവരെ ലഭിച്ചിട്ടുള്ളത്. അതിനുശേഷം ലഭിക്കുന്നവർ വേറെയുണ്ട്. എന്നാൽ അതുവരെ. വ്യക്തമായോ? ഓക്കെ, താങ്ക് യു പാസ്റ്റർ, മനസ്സിലായി. അപ്പോൾ കർത്താവിന്റെ മഹത്വം എന്ന് പറയുമ്പോൾ ഈ രണ്ടർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് ബാഹ്യമായത്, മറ്റൊന്ന് ആ ആളത്വത്തിന്റെ മുഴുശ്രേഷ്ഠത. ആ മുഴുശ്രേഷ്ഠതയോടെയാണ് കർത്താവ് ഭൂമിയിലേക്ക് ഇനി ഇറങ്ങി വരുന്നത്. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയായിരുന്നില്ല. അതുകൊണ്ടാണ് കർത്താവിനെ നിന്ദിച്ചതും ദുഷിച്ചതും ഒക്കെ ഒക്കെ ഒക്കെ. എന്നാൽ അത് ഇനി വരുമ്പോൾ ഉണ്ടാവില്ല. പക്ഷേ ജഡവാസികളായ മനുഷ്യർക്ക് തൻ്റെ അടുക്കലേക്ക് അടുത്തു വരുവാൻ കഴിയുന്ന അളവിൽ തന്നെയായിരിക്കും കർത്താവിൻ്റെ ബാഹ്യമായ രൂപം, ഭാവം എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കുന്നവർക്ക് ശരീരത്തിന്റെ രൂപാന്തരം സംഭവിക്കുന്നില്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ മരിക്കാവുന്ന, വിവാഹം കഴിക്കാവുന്ന, മക്കൾ ഉണ്ടാകുന്ന അതേ ജഡത്തിലായിരിക്കും. മാറ്റം ഇത്രയേ ഉള്ളൂ. ഇന്ന് നമ്മൾ 100 വയസ്സ് മാത്രം ജീവിക്കാവുന്ന ഒരു ശരീരപ്രകൃതിയാണ് നമുക്കുള്ളത്. അന്ന് അതിലേക്ക് പ്രവേശിക്കുന്നവർക്ക് 1000 വർഷം വരെ ജീവിക്കാവുന്ന ശരീരപ്രകൃതിയായിരിക്കും. അതിനനുസൃതമായി പ്രകൃതിയിലും എന്ന് പറഞ്ഞാൽ വായുവിലും സൂര്യനിലും ഒക്കെ മാറ്റങ്ങൾ 1000 ആണ്ട് വാഴ്ചയിൽ ഉണ്ടാവും. അത് യേശു ഈ ഭൂമിയിൽ ഭരിക്കുന്ന യേശുവിന്റെ സർക്കാരാണ് അന്ന് എന്നുള്ളത് കൊണ്ടാണ് ആ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത്. എന്നാൽ മഹത്വ ശരീരത്തിലേക്കും അവർക്കും പ്രവേശനം 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷമേ ഉള്ളൂ. നിത്യതയിലേക്ക് പ്രവേശിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. അന്നേരം ഈ ഭൂമിയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കപ്പെടുന്നവരോ? ഉയർത്തെഴുന്നേൽക്കുന്നവരെ എപ്പോഴാ ഉയർക്കുന്നത്? ഭർത്താവിനവരെങ്കിൽ അവരെല്ലാവരും തേജസ്സിൽ തന്നെയാണ്. അവർ പ്രജകളല്ലല്ലോ.
അവർ ശരീരത്തിന് മാറ്റം പ്രജകളല്ലല്ലോ, വരുന്നില്ലേ? അവർ ശരീരത്തിന് രൂപാന്തര മാറ്റം വരുന്നില്ലേ? ശരീരികളാണ്. അവർ അതെ. രൂപാന്തര ശരീരികളാണ്. അവർ പ്രജകളല്ല, ഓ, കർത്താവിനോടുകൂടെ ഭരണം നടത്തുന്നവരാണ്. ഈവൻ യേശുവിന്റെ 1000 ആണ്ട് വാഴ്ചയ്ക്ക് തൊട്ടു മുമ്പ് ഉയർത്തെഴുന്നേൽക്കുന്ന മഹാപീഡനകാല വിശുദ്ധന്മാർക്കും ലഭിക്കുന്നത് തേജസ്സിന്റെ ശരീരമാണ്. അവർ വാഴ്ച നടത്തുന്നവരാ. അവര് ഭൂമിയിൽ അന്ന് താമസിക്കുന്ന പ്രജകളല്ല. 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കുന്ന പ്രജകൾക്കാണ് രൂപാന്തര ശരീരത്തിന്റെ ആവശ്യമില്ലാത്തത്. എന്നാൽ ഉയർത്തെഴുന്നേൽക്കുന്ന സകല വിശുദ്ധന്മാരും യേശുക്രിസ്തുവിന്റെ വരവിൽ രൂപാന്തരപ്പെടുന്ന സഭയിലെ വിശുദ്ധന്മാരും രൂപാന്തര ശരീരത്തിലായിരിക്കും. വ്യക്തമായല്ലോ? പക്ഷെ നിത്യതയിൽ കർത്താവിന്റെ തേജസ് ഇതിലൊക്കെ കൂടുതലായിട്ടുള്ള തേജസ് അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ. ഓക്കെ. പക്ഷെ അതൊന്നുകൂടെ പറയാമോ? ശരിക്കും മനസ്സിലായില്ല. ഏതാ ആന്റി? കുറച്ച് ബാക്കിലോട്ട് ഇറങ്ങണം. ഓക്കെ. അതായത് യേശു കർത്താവ് ഇപ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു, മേഘങ്ങളോളം, ആകാശമേഘങ്ങളോളം. എന്നിട്ട് ദൈവസഭയെ കർത്താവ് തൻ്റെ സന്നിധിയിലേക്ക് ചേർക്കുന്നു. അവയാണ് ഉൽപ്രാവണം, റാപ്ചർ ഓഫ് ദ ചർച്ച് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചത്. 1 തെസ്സലോനിക്കർ 4:13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ, 17 വരെയുള്ള വാക്യങ്ങളിൽ. അത് കഴിഞ്ഞിട്ടാണ് എതിർ ക്രിസ്തു ഈ ഭൂമിയിൽ 7 വർഷ ഭരണം നടത്തുന്നത്. ആ 7 വർഷത്തിന്റെ ഒടുവിലത്തെ 3.5 വർഷമാണ് മഹാപീഡനം. അതിനു മുമ്പ് പീഡനം ഉണ്ടെങ്കിലും മഹാപീഡനം ഈ ഒടുവിലത്തെ 3.5 വർഷമാണ്. ആ 3.5 വർഷമാണ് ദൈവം ഇസ്രായേലിൽ നിന്ന് 1,44,000 പേരെ മുദ്രയിട്ട് മാറ്റി നിർത്തുന്നത്. അവരെ മുദ്രയിടുന്നതിന് 2 പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ. ഒന്ന്, മഹാപീഡന കാലത്ത് അവർ രക്തസാക്ഷികളായി മരിക്കാതിരിക്കുക, അവർ ജീവനോടിരിക്കുക. 2, അവരിലൂടെ ലോകം മുഴുവനും ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രചരിപ്പിക്കുക. അങ്ങനെ അന്നും ജീവിച്ചിരിക്കുന്ന ധാരാളം പേരെ രക്തസാക്ഷികളായി മരിക്കേണ്ടി വന്നാലും ദൈവത്തിനായിട്ട് വേർതിരിക്കുക. അങ്ങനെ വേർതിരിയപ്പെടുന്ന എണ്ണമറ്റ ഒരു ജാതീയ സമൂഹത്തെയാണ് നമ്മൾ 7-ാം അധ്യായത്തിന്റെ 9 മുതൽക്ക് കാണുന്നത്. അപ്പോൾ ആ ദൗത്യ നിർവഹണത്തിനാണ് ഈ 144,000 പേരെ, 1,44,000 പേരെ ദൈവം മുദ്രയിട്ട് നിർത്തുന്നത്. അവർ മഹാപീഡന കാലത്ത് മരിക്കുന്നില്ല, അവരെ കൊല്ലാൻ കഴിയില്ല. കാരണം ദൈവത്തിന്റെ സംരക്ഷിത മുദ്ര അവരുടെ മേലുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതുപോലെ മുദ്ര കണ്ടുകൊണ്ട് സാത്താനും എതിർ ക്രിസ്തുവും അങ്ങ് മാറിപ്പോകുന്നതല്ല, ദൈവം അവരെ സംരക്ഷിച്ച് നിർത്തുന്നതാണ്. അങ്ങനെ ആ 3.5 കൊല്ലം മഹാപീഡന കാലം കഴിയുമ്പോൾ യേശു തൻ്റെ വിശുദ്ധന്മാരുമായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ സിയോൻ മലയിൽ, അല്ലെങ്കിൽ യെരുശലേമിൽ, സിയോൻ മലയുടെ മറ്റൊരു പേരാണ് യെരുശലേം. യെരുശലേമിൽ കർത്താവ് ഇറങ്ങി വരുമ്പോൾ ഈ 144,000 പേരും യേശുവിനോട് കൂടെ കാണും. അതാണ് നാം വെളിപ്പാട് 14:1 കണ്ടത്. ഈ 144,000 പേർ കുഞ്ഞാടിനോട് കൂടെ നിൽക്കുന്നു, കുഞ്ഞാടിനോട് കൂടെ നിൽക്കുന്നു. അപ്പോൾ ചോദ്യം വന്നത്, ഈ
144,000 പേര് കുഞ്ഞാടിന്റെ കൂടെ, യേശുവിന്റെ കൂടെ നിൽക്കണമെങ്കിൽ അവർക്ക് രൂപാന്തരപ്പെട്ട ശരീരം വേണ്ടായോ? ഉത്തരം വേണ്ട. അവർക്ക് മാത്രമല്ല, അന്ന് യേശു വിശുദ്ധന്മാരോടുകൂടെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് യഹൂദന്മാരും മുഴുവനും, യഹൂദ ജാതി മുഴുവനും രക്ഷിക്കപ്പെടും. വെളിപ്പാട് 1:7. അതുപോലെ സഖരിയാവ് 14-ാമത്തെ അധ്യായം. ഇവിടങ്ങളിൽ നാം കാണുന്നത് പോലെ മുഴു ഇസ്രായേലും രക്ഷിക്കപ്പെടും. അവർ രക്ഷിക്കപ്പെടുന്ന മാത്രയിൽ തന്നെ അവരുടെ ശരീരത്തിന് രൂപാന്തരം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. അവരപ്പോഴും അതുവരെ അവരായിരുന്ന അതേ ശരീരത്തിൽ തന്നെയായിരിക്കും. അവരെല്ലാവരും കൂടെ ഒരുമിച്ച് എവിടേക്കാണ് കുഞ്ഞാടിനോടുകൂടെ പ്രവേശിക്കുന്നത്? ആയിരം 1000 ആണ്ട് വാഴ്ചയിലേക്ക്. 1000 ആണ്ട് വാഴ്ച ആത്മീയമാണോ അതോ അക്ഷരീയമാണോ? അക്ഷരീയമാ. ലിറ്ററലായിട്ട് സംഭവിക്കുന്ന, അക്ഷരീയമായിട്ട് സംഭവിക്കുന്ന. 1000 ആണ്ട് വാഴ്ച ഈ ഭൂമിയിലാണോ അതോ സ്വർഗത്തിലാണോ? ഈ ഭൂമിയിൽ. ഈ ഭൂമിയിലാണ്. അപ്പോൾ ഈ ഭൂമിയുടെ പ്രകൃതിയും ഈ ഭൂമിയുടെ ഭൂപ്രകൃതികളും എല്ലാം ഇങ്ങനെ തന്നെ ആയിരിക്കും. അല്പമായ മാറ്റങ്ങൾ ഉണ്ടാകും. ആ മാറ്റത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ ശരീരം ഒരു അങ്ങേയറ്റം പോയാൽ 100 വർഷം വരെ ജീവിക്കത്തക്ക വാറന്റിയേ ഉള്ളൂ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾക്ക്. എത്ര ആരോഗ്യവാനായി ജീവിച്ചാലും ഒരു 100 വയസ്സിനൊക്കെ അടുത്ത്, ചിലർ ചിലപ്പോൾ 1, 2, 5 കൊല്ലം കൂടെ മുമ്പോട്ട് പോയെന്നിരിക്കും. അധികം പേരും പോകത്തില്ല. ഒരു ആവറേജ് കണക്ക് ഞാൻ അങ്ങ് 100 പറഞ്ഞതേ ഉള്ളൂ. ആയുസ് 100 വയസ്സ് ആവറേജ് അല്ല ഇപ്പോഴേ, അത്രയില്ല. നമ്മളങ്ങ് ഒരു റൗണ്ട് ഫിഗർ ആക്കിയത് 100. നമ്മുടെ കണ്ണിന് തന്നെ ഒരു 30, 35 അല്ലെ 40 വയസ്സ് വരെ കണ്ണാടിയൊന്നും വെക്കാതെയും വെള്ളെഴുത്തില്ലാതെയും കാണാനുള്ള വാറണ്ടി ഉള്ളൂ. നമ്മുടെ മുടിക്ക് ചിലപ്പം എക്സംഷൻസ് ഉണ്ടെങ്കിലും ഒരു 40, 50 വയസ്സ് വരെ കറുത്തിരിക്കാനുള്ള വാറണ്ടി ഉള്ളൂ. എന്റെയൊക്കെ ആണെങ്കിൽ 30 വയസ്സ് പോലും ആകുന്നതിന് മുമ്പ് മുടിയെല്ലാം കൊഴിഞ്ഞു പോയി. നമ്മുടെ പല്ലിന്, നമ്മുടെ ഹൃദയത്തിന്, നമ്മുടെ തലച്ചോറിന് നമ്മൾ പറയത്തില്ലേ, പ്രായമായി മോനെ, ഇപ്പൊ ശരിക്കും ഓർമ്മയൊന്നും ഇല്ലടാ. എന്താ? ഇതിന്റെ വാറണ്ടി പീരീഡ് തീരാൻ പോവാ തലച്ചോറിന്റെ. നമുക്ക് ഹൃദയത്തിന് പല രോഗങ്ങൾ ഉണ്ടാവുന്നു. കിഡ്നിക്കായി, കരളിനായി, ലങ്സിനായി ഒക്കെ. ഈ സ്പോർട്സിലൊക്കെ ഉള്ളവരെ തന്നെ കാണാമല്ലോ, ഒരു 30 വയസ്സ് കഴിയുമ്പം, ഒരു 35 വയസ്സൊക്കെ കഴിയുമ്പം അവർ റിട്ടയർ ആകുന്നു. എനിക്ക് ഒരിക്കൽ മനസ്സിലായില്ലായിരുന്നു എന്തിനാ ഇവര് 10, 35 വയസ്സാകുമ്പോൾ റിട്ടയർ ആകുന്നതെന്ന്. പട്ടാളക്കാരെയും അതുപോലാണല്ലോ, 60, 65 വയസ്സ് വരെയൊന്നും വെച്ചുകൊണ്ടിരിക്കത്തില്ലല്ലോ. 15 വർഷത്തെ 20 വർഷത്തെ സേവനത്തിന് ശേഷം അവർക്ക് റിട്ടയർമെന്റ് ഉണ്ട്. പിന്നെ ചിലരുണ്ട്, പക്ഷെ ശാരീരിക ക്ഷമത അവരുടേത് കുറയും. 20 വയസ്സിലെ പോലെ, 22 വയസ്സിലെ പോലെ കളിക്കാൻ ഒരു സ്പോർട്സ്മാന് കഴിയത്തില്ല 35, 40 ആയി കഴിഞ്ഞാൽ. കാരണം നമ്മുടെ ശരീരം ഇപ്പോൾ അങ്ങേയറ്റം 100 വയസ്സിന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന രീതിയില്ല. അതുകൊണ്ട് ഇതിന്റെ മെഷീൻ പ്രവർത്തനങ്ങളൊക്കെ എത്ര മരുന്ന് കഴിച്ചാലും പോകും. 150 വർഷം വരെ ജീവിച്ചിരിക്കണമെന്നും പറഞ്ഞ് എല്ലാ വിഭാഗത്തിലും പെട്ട സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ എപ്പോഴും കൂടെ ഇരുത്തി ഓരോ നേരത്തെ ഭക്ഷണവും ലാബിൽ ടെസ്റ്റ് ചെയ്ത് മാത്രം കഴിച്ചുകൊണ്ടിരുന്ന മൈക്കിൾ ജാക്സൺ
50-ാമത്തെ വയസ്സിൽ പോയി. 150 വരെ ജീവിച്ചിരിക്കണമെന്ന് പറഞ്ഞ് ചെയ്തുകൊണ്ടിരുന്ന. ഇത്രേ ഉള്ളൂ. ഇപ്പോഴത്തെ നമ്മുടെ ശരീരം ഈ നിലയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. ഇതേ ശരീരത്തോടെയാണ് അക്ഷരീയമായ 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കുന്നത്. എന്നാൽ വ്യത്യാസം, നമ്മുടെ അന്ന് അതിൽ അതിൽ പ്രവേശിക്കുന്ന 1000 ആണ്ട് വാഴ്ചയിൽ പ്രവേശിക്കുന്ന യഹൂദന്മാരും ജാതികളുമായവരുടെ ശരീരഘടനയ്ക്ക് മാറ്റം ഉണ്ടാവും. ആ ശരീരഘടനയ്ക്ക് മാറ്റം ഉണ്ടാകാൻ പ്രകൃതിയിൽ ചില മാറ്റങ്ങൾ സംഭവിക്കും. നാശകരമായ അവസ്ഥകൾക്ക് മാറ്റമുണ്ടായി ആയുർദൈർഘ്യം ഉണ്ടാകത്തക്ക പശ്ചാത്തലം ഉണ്ടാക്കും. ഇപ്പൊ നമ്മുടെ കമ്പ്യൂട്ടർ തന്നെ വളരെ ചൂടുള്ള ഒരു സ്ഥലത്ത് വെച്ച് പ്രവർത്തിപ്പിക്കുന്നതും AC ഉള്ള സ്ഥലത്ത് വെച്ച് പൊടിയും കാറ്റും ഒന്നും അടിക്കാതെ ഒത്തിരി ചൂടാകാതെ പ്രവർത്തിപ്പിക്കുന്നതും രണ്ടിനും ആയുസ് രണ്ടായിരിക്കും. നമ്മുടെ വാഹനങ്ങൾ ഇപ്പൊ മുംബൈയിലൊക്കെ ആണെങ്കിൽ 15 വർഷം രജിസ്ട്രേഷൻ ഉണ്ടെങ്കിലും അതിനൊക്കെ മുമ്പ് തന്നെ വണ്ടിയുടെ നമ്മുടെ കാറിൻ്റെയൊക്കെ ബോഡി തുരുമ്പിച്ചു തുടങ്ങും. കടൽ തീരങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരുടെ വാഹനത്തിന് ആയുസ് കുറവാണ്, കുറഞ്ഞപക്ഷം ബോഡിക്കെങ്കിലും. അപ്പൊ ഇതുപോലെ ഓരോ പ്രകൃതിക്കനുസരിച്ചാണ് ആയുസിന്റെ കാര്യം. ആയുസിന്റെ ദൈർഘ്യത്തിനനുസൃതമായി പ്രകൃതിയെ രൂപാന്തരപ്പെടുത്തുന്നു. ഇവ തമ്മിൽ ബന്ധമുണ്ട്. അതുകൊണ്ട് 1000 ആണ്ട് വാഴ്ചയിൽ 100 വർഷത്തെ ഡിസൈൻ അല്ല ശരീരത്തിന്, 1000 വർഷത്തേക്കുള്ള ഡിസൈനാണ്. അതിനനുസരിച്ച് പ്രകൃതിയെയും ദൈവം മാറ്റുന്നു. അങ്ങനെയുള്ള പ്രകൃതിയിലെ മാറ്റങ്ങൾ ധാരാളം ഉണ്ടാവും. ആഹാരം, വായു, വെള്ളം ഇവയ്ക്കൊക്കെ മാറ്റം ഉണ്ടാവും. ആ മാറ്റങ്ങൾ മാത്രമേ കാണുകയുള്ളൂ 1000 ആണ്ട് വാഴ്ചയിൽ പ്രവേശിക്കുന്ന പ്രജകൾക്ക്, ശരീരത്തിൽ വസിക്കുന്നവർക്ക്. അവർക്ക് ധാന്യം കൃഷി ചെയ്യണം, ജോലി ചെയ്യണം, അവർക്ക് മരണമുണ്ട്, വിവാഹം കഴിക്കാം, മക്കൾ ജനിക്കും, തലമുറകൾ പെരുകും, ഇതെല്ലാം ഉണ്ട്. അങ്ങനെയുള്ള ഒരു അക്ഷരീയ യെരൂശലേം, അക്ഷരീയ 1000 ആണ്ട് വാഴ്ചയാണ് ഉള്ളത്. ഈ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കുന്നവർക്ക് രൂപാന്തര ശരീരത്തിന്റെ ആവശ്യമില്ല. എന്നാൽ രൂപാന്തര ശരീരം ആർക്ക് മാത്രമായിരിക്കും? ഒന്ന്, ഉയർത്തെഴുന്നേറ്റ വിശുദ്ധന്മാർക്ക്. 2, യേശുവിന്റെ മേഘപ്രത്യക്ഷതയിൽ ജീവനോടിരുന്ന് രൂപാന്തരം പ്രാപിച്ച് എടുക്കപ്പെട്ട വിശുദ്ധന്മാർക്ക്. ഈ 2 കൂട്ടർക്കും മാത്രമേ 1000 ആണ്ട് വാഴ്ച കാലത്തും തേജസ്സിന്റെ ശരീരം അല്ലെങ്കിൽ അമർത്യമായ ശരീരം ലഭിക്കുകയുള്ളൂ. അവർ കർത്താവിനോട് കൂടെ ആയിരിക്കും. അവർ 1000 ആണ്ട് വാഴ്ചയിലെ പ്രജകളായിരിക്കില്ല, പൗരന്മാരായിരിക്കില്ല. അവർ 1000 ആണ്ട് വാഴ്ചയിൽ യേശുവിനോട് കൂടെ വാഴുന്നവരായിരിക്കും. അവർക്ക് താമസിക്കാൻ വീട് വേണ്ട, അവർക്ക് യാത്ര ചെയ്യാൻ വാഹനങ്ങൾ വേണ്ട, ആഹാരം വേണ്ട, വെള്ളം വേണ്ട, ഓക്സിജൻ വേണ്ട. അവർ കർത്താവിനെ പോലെ തേജസ്സിന്റെ ശരീരത്തിലായിരിക്കും. ബാക്കിയുള്ളവരൊക്കെ, ഈ പ്രജകളായിട്ടുള്ളവർ, അവർക്ക് താമസിക്കാൻ വീട് വേണം, കൃഷി ചെയ്യാൻ മഴ വേണം, വെള്ളം വേണം, ഭക്ഷണം വേണം, ജീവിച്ചിരിക്കാൻ പ്രാണവായു വേണം, അവർക്ക് മരിക്കാം, വിവാഹം കഴിക്കാം, എല്ലാം ഉണ്ട്. ആ വ്യത്യാസങ്ങളാണ് ഉള്ളത്. മറ്റൊന്ന് പറഞ്ഞത് യേശുക്രിസ്തുവിന്റെ മഹത്വത്തെക്കുറിച്ച്. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ തൻ്റെ തേജസ്സും മഹത്വവും എന്ന 2 സംഗതികളുണ്ട്.
തേജസ്സും മഹത്വവും എന്ന രണ്ട് കാര്യങ്ങൾ. അതിൽ നാം കണ്ടത് യേശുക്രിസ്തുവിന്റെ ബാഹ്യമായ തേജസ് ശരീരത്തിൽ വസിക്കുന്ന മനുഷ്യരെ കത്തിച്ച് ഫ്യൂസാക്കി കളയത്തക്കതുപോലെ അല്ലായിരിക്കും. അങ്ങനെയാണെങ്കിൽ 1000 ആണ്ട് വാഴ്ചയിലും ആർക്കും യേശുവിന്റെ അടുക്കൽ നിൽക്കാനും കാണാനും ഒന്നും പറ്റില്ല. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാരുടെ അടുക്കൽ വന്നപ്പോൾ അവരാരും മരിച്ചില്ല. ശിഷ്യന്മാരുടെ അടുക്കൽ യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം വന്നപ്പോൾ അവരാരും കത്തിക്കരിഞ്ഞു പോയില്ല. അങ്ങനത്തെ ഒരു പ്രകൃതത്തിലായിരിക്കും കർത്താവ് 1000 ആണ്ട് വാഴ്ചയിൽ ഇവിടെ താമസിക്കുന്ന മനുഷ്യരോട് ഇടപെടുന്നത്. എന്നാൽ അവന്റെ മഹത്വത്തിനൊരു കുറവും വരില്ല. അവിടെ പറയുന്ന മഹത്വം ബാഹ്യമായതല്ല, പകരം യേശുവിന്റെ ദൈവത്വത്തിന്റെ പൂർണ്ണ അധികാരവും അവകാശവും ശ്രേഷ്ഠതകളും ഉൾക്കൊള്ളുന്നതാണ്. എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, ഒരു രാജാവ് വേഷം മാറി വന്നു എന്ന് കരുതി തൻ്റെ അധികാരങ്ങൾക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇല്ല. ഇന്ന് രാവിലെ ഇന്ന് കുറച്ചു മുമ്പ് ഞാൻ ഓൺലൈൻ പത്രത്തിൽ വായിച്ചു, തൃശ്ശൂരാണെന്ന് തോന്നുന്നു, ഒരു മഫ്തിയിലുള്ള സിവിൽ ഡ്രസ്സിൽ യാത്ര ചെയ്ത ഒരു പോലീസുകാരി, ഇല്ല പത്തനംതിട്ടയാണെന്ന് തോന്നുന്നു, ഒരു പോലീസുകാരി ഒരു പോക്സോ കേസ് പ്രതിയെ നാടകീയമായിട്ട് പിടികൂടിയതായി. കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ഒളിവിൽ പോയിരുന്ന ഒരു പ്രതിയെ ഒരു പോലീസുകാരെത്തി ഒറ്റയ്ക്ക് പിടികൂടി. അവർ മഫ്തിയിലായിരുന്നു, അവർ സാധാരണ ഡ്രസ്സിലായിരുന്നു. ഒരു ഓട്ടോയ്ക്ക് കൈ കാണിച്ചു. നിങ്ങളും ഒരുപക്ഷെ വാർത്തയിലൊക്കെ കണ്ടും വായിച്ചും കാണും. സാധാരണ ഡ്രസ്സിൽ ഒരു ഓട്ടോയ്ക്ക് കൈ കാണിച്ചു, നിർത്തി. അവർ അതിൽ കയറി. അപ്പോൾ അതിൽ ഒരുത്തൻ ഇരിപ്പുണ്ടായിരുന്നു. നേരെ പോലീസ് സ്റ്റേഷനിൽ വിടാൻ പറഞ്ഞു. ഏതായാലും ചെന്നു. ഒടുവിൽ വളരെ നാളുകളായിട്ട് അന്വേഷിച്ച് നടന്ന ഒരു പ്രതിയെയാണ് പിടികൂടിയത്. അപ്പോഴറിയുന്നത് വെറും സാധാരണ വേഷത്തിൽ വന്ന ഇവർ ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു എന്ന്. അപ്പോൾ അവർ സാധാരണ വേഷത്തിലായിരുന്നെങ്കിലും ആ പോലീസിന്റെ മഹത്വം കുറഞ്ഞില്ല. അത് അവരിൽ ഉണ്ടായിരുന്നു, അത് അവർ ഉപയോഗിച്ചു. ഇതുപോലെ യേശു തൻ്റെ ബാഹ്യമായ തേജസ് കുറച്ചിട്ടാണെങ്കിൽ കൂടെ അവന്റെ ദൈവത്വത്തിന്റെ, അവന്റെ പരമാധികാരത്തിന്റെ അധികാരവും മഹത്വവും ശ്രേഷ്ഠതകളും ഒട്ടും കുറയാതെയായിരിക്കും വരുന്നത്. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം 1ാമത്തെ വരവിൽ വന്നപ്പോൾ കർത്താവ് അതും കൂടെ മാറ്റിവെച്ചിട്ടാ വന്നത്. അതുകൊണ്ടാണ് വ്യസനപാത്രമായി, ത്യജിക്കപ്പെട്ടവനായി, നിന്ദാപാത്രമായി തീർന്നത്. ക്രൂശിൽ മോഷണം നടത്തി, കുറ്റകൃത്യം നടത്തി, തൂങ്ങി ശിക്ഷ അനുഭവിക്കുന്ന കള്ളന്മാര് പോലും നടുവിൽ കിടക്കുന്ന നീതിമാനായ ദൈവപുത്രനെ ദുഷിച്ചു. പക്ഷെ കർത്താവ് ഒന്നും ചെയ്തില്ല. കാരണം കർത്താവ് 1ാമത്തെ വരവിൽ തൻ്റെ മഹത്വവും എന്ത് ചെയ്തിരുന്നു? കുറച്ചിട്ടാ വന്നത്. അതുകൊണ്ട് ആൾക്കാർക്കൊക്കെ യേശുവിനെ തല്ലാനും തുപ്പാനും ഇടിക്കാനും കണ്ണുകെട്ടാനും മുൾക്കിരീടം അണിയിക്കാനും ക്രൂശിക്കാനും കൊല്ലാനും വസ്ത്രം ഉരിഞ്ഞ് പറിക്കാനും താടിമീശകൾ
വലിച്ചു പറിക്കാനും ഒക്കെ അനുവദിച്ചു കൊടുത്തു. എന്നാൽ ഇനിയും വരുമ്പോൾ അങ്ങനെ ആ മഹത്വം കുറച്ചിട്ടായിരിക്കില്ല വരുന്നത്, അവന്റെ മഹത്വത്തിന്റെ ശ്രേഷ്ഠതയോടെ ആയിരിക്കും വരിക. അതുകൊണ്ട് അന്ന് കർത്താവിനെ ആ നിലയിൽ ദുഷിക്കാനും ഒന്നും ആർക്കും കഴിയുകയില്ല. ഇതാണ് നാം ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. വ്യക്തമായോ? സ്തോത്രം. പാസ്റ്റർ, വേറൊരു സംശയം കൂടെ. നമ്മൾ ഈ രൂപാന്തര വിശുദ്ധന്മാരെ നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് അന്നേരം കാണാമോ? 1000 ആണ്ട് വാഴ്ചയിൽ ഭൂമിയിലുള്ളവർക്ക് യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ സമയത്ത് ഉയർത്തെഴുന്നേറ്റ പഴയ നിയമ വിശുദ്ധന്മാരെ കുറിച്ച് മത്തായി 27 അധ്യായം പറയുന്നു. അവരെ കുറിച്ച് വായിക്കുന്നത് എന്താണ്? അവർ, ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞു? അവർ വിശുദ്ധ നഗരത്തിൽ, അതായത് യെരുശലേമിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷരായി. അവർ പ്രത്യക്ഷരായപ്പോൾ ശരീരത്തിൽ വസിച്ചിരുന്നവർക്ക് അവരെ കാണാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ അന്നും പറ്റും. തേജസ്സിന്റെ ശരീരത്തിലുള്ളവർക്ക് ആവശ്യാനുസരണം സമയാസമയം ജഡത്തിൽ ജീവിക്കുന്നവർക്ക് പ്രത്യക്ഷരാകാൻ സാധിക്കും. അപ്പോൾ അവർക്ക് കാണാം, അല്ലെങ്കിൽ കാണാൻ പറ്റില്ല. സ്തോത്രം. ശരി, ഇന്ന് ഞാനിവിടെ നിർത്തിക്കോട്ടെ. മറ്റേ മീറ്റിങ്ങിന്റെ സമയം തുടങ്ങിക്കഴിഞ്ഞു. കർത്താവിന്റെ വരവ് താമസിച്ചാൽ ബാക്കി നമുക്ക് നാളെ ചിന്തിക്കാം. സ്തോത്രം. നമ്മുടെ ലക്ഷ്യം 1000 ആണ്ട് വാഴ്ച അല്ലല്ലോ, കർത്താവിനോട് കൂടെയുള്ള നിത്യതയാണ്. ഈ സംഭവങ്ങളൊക്കെ സംഭവിക്കും മുമ്പേ നാം അതിൽ നിന്നൊക്കെ, യേശുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഒഴിഞ്ഞു പോകും. ലൂക്കോസ് 21:34-35 ഈ സംഭവിപ്പാനുള്ളവയിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടതിന്, മനുഷ്യപുത്രന്റെ മുമ്പ് നിൽപ്പാൻ നമുക്ക് പ്രാപ്തി ഉണ്ടാകേണ്ടതിന് നാം സദാസമയവും ഉണർന്നും ജാഗരിച്ചും ഇരിക്കുക. നമ്മളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും വലയരുത്. അത് കർത്താവിന്റെ വരവിന്റെ നാൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കെണി പോലെ ഭവിക്കും. അങ്ങനെയാകാതിരിപ്പാൻ നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കാം. നമ്മുടെ കർത്താവിന്റെ വരവിനായി നമുക്ക് സമർപ്പിച്ച് കാത്തിരിക്കാം. പ്രത്യാശയോടെ വിശുദ്ധരായി ജീവിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.